ഹായ് ഹായ് ട്രേഡേഴ്സ്. ഇന്ന് നമുക്ക് ഗോൾഡിൻ്റെ സ്ട്രാറ്റജി നോക്കാം. ചൊവ്വാഴ്ച ഇന്നലെ ഏറ്റവും ടോപ്പ് ഹൈ, അതായത് എന്താ പറയുക, 3402 വരെ വന്ന് ഗോൾഡ് ഒന്നും ചെറുതായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഇന്നലെ 400, ഇന്നലെ 3400 ഗോൾഡ് 3400 വീണ്ടും ബ്രേക്ക് ചെയ്തിരിക്കുകയാണ് ചരിത്രത്തിൽ. പിന്നെ എന്താണെന്ന് വെച്ചാൽ, ഇന്നലെ പെട്ടെന്നുള്ള ചില റൂമേഴ്സിൻ്റെയും ഇതിൻ്റെയൊക്കെ കാരണം കൊണ്ട് പെട്ടെന്ന് ഗോൾഡ് ഇത് പിന്നെ US സെക്രട്ടറീൻ്റെ, അതായത് ഫെഡ് ചെയറിനെ മാറ്റും എന്നുള്ളൊരു ന്യൂസ് ഇതുണ്ടായിരുന്നു. ഫെഡിനെതിരായിട്ട് ചില നീക്കങ്ങൾ സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നുണ്ടായി. അങ്ങനെ അങ്ങനെ ന്യൂസുകളൊക്കെ വന്നിരുന്നു. പിന്നെ മറ്റ് ന്യൂസുകൾ നോക്കാനുണ്ട്, പറയാം. പിന്നെ ഇന്ന് ഗോൾഡ് വീണ്ടും ഇറങ്ങിയിരിക്കുകയാണ്. 97.06% ലാഭത്തിലാണ് പക്ഷേ ഇറങ്ങിയതായിട്ടാണ് കാണുന്നത്. ഇന്ന് വരാനിരിക്കുന്ന US ഡോളറുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ന്യൂസുകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഫെഡ് ചെയർ പവലിൻ്റെ സ്പീച്ചുണ്ട്. അത് 4:30 PM UAE സമയം 4:30 PM ആണ്. പിന്നെ അതുപോലെ തന്നെ റിച്ച്മോണ്ട് മാനുഫാക്ചറിംഗ് ഇൻഡെക്സ് പിന്നെ ഉണ്ട്. അതും 4:30 PM വരാനിരിക്കുന്നത്. അത് മീഡിയം ഇമ്പോർട്ടൻ്റ് ആണ്. അതേ സമയത്ത് പവലിൻ്റെ സ്പീച്ച് ശ്രദ്ധിക്കണം, ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. മറ്റ് വിഷയം ഒന്നുമില്ല. ന്യൂസുകൾ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം. പിന്നെ ഇന്നത്തെ ഇമ്മീഡിയറ്റ് ലെവൽസ് ഗോൾഡിൻ്റെ കാണുന്നത്, ഫസ്റ്റ് റെസിസ്റ്റൻസ് 3393, 3398, 3402 ഇത്രയൊക്കെയാണ്. 3393, 3398, പിന്നെ 402 ഇന്നലത്തെ അതേ ഓൾ ടൈം ഹൈയിലേക്ക് പോകുന്നവരെന്ന്. സപ്പോർട്ട് 3385, 3374, 3364 വരെ കാണാൻ സാധ്യത. പിന്നെ ഡേ ട്രേഡേഴ്സിനുള്ള നമുക്ക് ഡേ ട്രേഡേഴ്സിനുള്ള ലെവൽസ് നോക്കാം. 3402 ഫസ്റ്റ് റെസിസ്റ്റൻസ് നമ്മൾ നേരത്തെ പറഞ്ഞ്. പിന്നെ അത് 417 വരെ പോകും. പിന്നെ ഫൈനലി 3438. അപ്പോൾ ഇന്നലത്തെ പോലെ സംഭവം ഉണ്ടായാണ് 450 വരെ പോകാമെന്നൊക്കെ മാർക്കറ്റ് പിന്നെ പ്രഗത്ഭന്മാർ, എക്കണോമിസ്റ്റുകളൊക്കെ പറയുന്നുണ്ട്, വലിയ ട്രേഡേഴ്സുകളൊക്കെ പറയുന്നുണ്ട് 450 വരെയൊക്കെ പോകാം. പക്ഷേ ഞാൻ എടുത്തിരിക്കുന്നത് 3438. പിന്നെ സപ്പോർട്ട് 3364, 3345, 3323 ഇത്രയൊക്കെയാണ് സപ്പോർട്ടുകൾ. ഓക്കെ, അപ്പം ലാസ്റ്റ് ഫൈനലി 3323. അത് 3300 വരെ, 303 വരെ പോകാനുള്ള സാധ്യതയും മാർക്കറ്റ് സ്റ്റഡീസ് പറയുന്നുണ്ട്. 3323 ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് ന്യൂസുകൾ അതുപോലെ തന്നെ ഫിബൊനാച്ചി വെച്ച് നോക്കാം. ഏകദേശം ഈ ഒരു ലെവൽസ് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. ഇത് നോക്കാം, ഓരോ ലെവൽസ് നോക്കാം. 402, പിന്നെ 402 മേലോട്ട് കയറി കഴിഞ്ഞാൽ 417, 438. പിന്നെ അതുപോലെ തന്നെ ഇറക്കം, അതായത് സപ്പോർട്ട് നോക്കുകയാണെങ്കിൽ 3364, 3345, 3373 ഇത്രയൊക്കെയാണ് സപ്പോർട്ടുകൾ. അപ്പോൾ ഓക്കെ, ഈ സപ്പോർട്ടിൻ്റെ റെസിസ്റ്റൻസിൻ്റെ ഉള്ളിൽ നിന്ന് വളരെ ശ്രദ്ധിച്ച് ട്രേഡ് ചെയ്യാം. ഇക്വിറ്റി എപ്പോഴും കീപ്പ് ചെയ്യാം, ഒരു ഇക്വിറ്റി മാർജിൻ എപ്പോഴും കീപ്പ് ചെയ്യാം. പിന്നെ റിസ്ക് മാനേജ്മെൻറ്റ്, അത് നിങ്ങളുടെ റിസ്ക് ആണ്. അപ്പോൾ അത് നോക്കിയിട്ട്
മാർക്കറ്റ് നോക്കി ചെയ്യാം. ഇത്രയൊക്കെയാണ് ലെവൽസുകൾ. ന്യൂസുകൾ ഞാൻ കാണിക്കാം, അതൊന്ന് അപ്ഡേറ്റ് ചെയ്താൽ മതി. ഓക്കെ, താങ്ക് യു വെരി മച്ച്.